ബാക്ക് ടു അവർ ചാനൽ അശ്വിൻ ആൻഡ് ആദീസ് വ്ളോഗ്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇതേ ഇന്ന് ആദിയുടെ കോഴിയുടെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗായ്സ് ദേ ആദിയുടെ വീട്ടിലെ കോഴിക്ക് കൊടുക്കുന്നത് നമ്മുടെ എന്തുവാ മറ്റേ എന്തോ ഒരു കൂമ്പ്, വാഴക്കൂമ്പാണ് എന്തോ ആദിയുടെ കോഴിക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ചെത്തി അരിഞ്ഞെടുക്കാം. ആദ്യമേ ഇതിന്റെ തോടല്ല നമ്മൾ നല്ല രീതിക്ക് തന്നെ ഇളക്കി കളയണം. കുറച്ച് ഇളക്കി നമ്മൾ കളഞ്ഞു. നമുക്ക് ഇതേ കൊത്തി അരിഞ്ഞെടുക്കാം. നല്ല രീതിക്ക് തന്നെ കൊത്തി അരിയണേ. കയ്യറ ഉണ്ടോ? ആ കയ്യറ ഉണ്ടോ? കൈ മുറിയും. ഇതാണ് എന്റെ കോഴികള്. 4 എണ്ണം ഉണ്ട്. അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ല, നമുക്ക് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഗായ്സ് ആദ്യയുടെ കോഴികളാണിത് ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. നമ്മള് വന്നോണ്ട് എല്ലാ എണ്ണം കൂടെ അകത്തോട്ട് പോയത്. ഒരാളും പോയി. കയ്യറ അല്ല കുഞ്ഞിന്റെ കയ്യറ. അപ്പൊ ഗായ്സ് നമ്മളാണെങ്കിൽ ഇത് അരിഞ്ഞെടുക്കാം. കയ്യറ ഇല്ലാത്തോണ്ട് മുമ്പേ കയ്യറ കിട്ടിയില്ല, അത് നമ്മൾ അരിഞ്ഞെടുക്കാൻ ഇത്രയും താമസിച്ചു. അപ്പൊ നമ്മൾ നല്ല രീതിക്ക് തന്നെ കുഞ്ഞാന്ന് ആദ്യയുടെ കോഴിയുടെ വിശേഷങ്ങളൊക്കെ നല്ലതാ പറഞ്ഞു കൊടുക്കും. പിന്നെ ഞാൻ ആദ്യത്തെ നമ്മുടെ രണ്ടാമത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളാണെങ്കിൽ 20 കോഴിമുട്ടകൾ വിരിയിച്ചെന്ന്. അപ്പം അത് മമ്മിമാരൊക്കെ കണ്ടിട്ട് ചോദിച്ച് ശരിക്കും ആണോന്ന്. ശരിക്കുമാണ്. നമ്മൾ എന്തോ ഇൻക്യുബേറ്റർ വഴി സച്ചുവാണ് ഇൻക്യുബേറ്റർ മേടിച്ചോണ്ട് വന്നേ അല്ലേ? സച്ചു അല്ലേ അന്ന് ഇൻക്യുബേറ്റർ മേടിച്ചോണ്ട് വന്നേ നമ്മൾ 20 കോഴി മറ്റേ. നമ്മളത് ഫ്രീ ആയിട്ട് ഞങ്ങൾ അയച്ചു കമന്റ് ഇടുന്നവർക്ക് എല്ലാരും ഇപ്പഴേ കമന്റ് അങ്ങ് അടിച്ച് ഇട്ടു. നമ്മൾ ഇത് മാത്രമല്ല, കോഴിക്കാണെങ്കിൽ ആദ്യം എന്തൊക്കെ കൊടുക്കടാ? കോഴിക്ക് ഇതൊന്നും അല്ല, അരി കൊടുക്കും. പിന്നെ ചീരയില പോലെ ഇരിക്കുന്ന ഇലയുണ്ട്. ഞങ്ങളുടെ ഇവിടുത്തെ തോട്ടിലൊക്കെ നല്ല രീതിക്ക് കിളിച്ചിരിക്കും. തൊള്ളി വെള്ളമില്ലാത്ത തോടല്ലേ, അവിടെയൊക്കെ നല്ല രീതിക്ക് കിളിച്ചിട്ടുണ്ട്. ഈ സച്ചുവിന്റെ വീടിന്റെ വാതൊക്കെ ഇപ്പൊ ഉണ്ട്. കുന്തളപ്പുഴുവിനെ കൊടുക്കുന്നുണ്ട് നമ്മള്. ഫാമാണ് ഇവിടെ, കുന്തളപ്പുഴു ഫാമാണ്. ഈ പഴയ പച്ചക്കറി വേസ്റ്റ് ഒക്കെ മതി അതുണ്ടാക്കാൻ, അതെല്ലാം കൊടുത്താൽ മതി. ഞങ്ങളിവിടെ വീഡിയോ എടുക്കാം. കോഴിയെ നോക്ക്, കോഴിയെ അഴിച്ചുവിട്ടിട്ട് ഇവിടെ വന്നിരിക്കും. ഇവിടെ ആണെങ്കിൽ പട്ടിയുടെ ആണെങ്കിൽ ഭയങ്കര ശല്യം. നമ്മുടെ എൻ്റെ മാമിയുടെ ഇളയ മോനെ കുഞ്ഞിപ്പട്ടി കളിക്കാൻ വന്നതാണ്. പക്ഷെ അബദ്ധവശാൽ കൈ തട്ടി കുഞ്ഞിന്റെ കാല് ചെറുതായിട്ട് മുറിഞ്ഞതുപോലെയായി. അതിലൊന്ന് ടാപ്പ് ചെയ്താൽ മതി. വിച്ചു ഇങ്ങോട്ട് വന്നേ. വിച്ചു വന്നതൊക്കെ ശേഷം മിണ്ടിയില്ല. അപ്പൊ ഇതാണ് നമ്മുടെ വിച്ചു. അവിടെ നോക്കി. അപ്പൊ ഇതാണ് നമ്മുടെ വിച്ചു. നമ്മുടെ വിച്ചുവിനെ നമ്മള് വീഡിയോ കാണിച്ചിട്ടില്ലായിരുന്നു. ഒരു ഹായ് കൊടുത്തേക്ക്. നമ്മൾ നല്ല രീതിക്ക് തന്നെ കൊത്തി അരിയാണ്. നല്ല രസമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ. ഇവിടെ നമ്മൾ ഇത്രയും പേരുള്ളതുകൊണ്ടേ ചെയ്യാൻ ആൾക്കാരും ഉണ്ട്. പിന്നെ ഗൈസ് ഇത്രയും നാളും നമ്മൾ വീഡിയോ ഒന്നും ഇടാഞ്ഞത് നല്ല പനിയായിരുന്നു എനിക്ക്. നമ്മുടെ മാമിയുടെ ബർത്ത്ഡേയുടെ വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് രാത്രി ഞാൻ അന്ന് രാത്രിയിലത്തെ ബാക്കി വീഡിയോ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. കാരണം അത് എഡിറ്റ് പോലും ചെയ്തില്ല. കാരണം എനിക്കാണെങ്കിൽ വയ്യ. അതുപോലെ തന്നെ പിള്ളേരാണെങ്കിൽ മൊബൈലെടുത്ത് വെച്ച് കളിച്ചിട്ട് നമ്മുടെ വീഡിയോസൊക്കെ ഡിലീറ്റ് ആയി പോയായിരുന്നു. യൂട്യൂബിലും അല്ല, ഗ്യാലറിയിൽ. അപ്പോൾ ഇടാൻ പറ്റില്ല. എനിക്ക് നല്ല പനിയായി.
പിന്നെ എന്തുവാ മുതുകുളം ഇവിടെ ജംഗ്ഷനിലുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി മരുന്നും മേടിച്ച് ഇപ്പോൾ ദേ ഒരാഴ്ച സ്കൂളിൽ പോയില്ല. ഈ ഒരാഴ്ച സ്കൂളിലേ പോയിട്ടില്ല. അതാ നമ്മൾ ഇത്രയും താമസിച്ച വീട് ഇവിടെ. മറ്റെന്തുവാ തലയിൽ കെട്ടി വെച്ചത്? ഓ എന്താണ് തലയുടെ മണ്ടയ്ക്ക് കുത്തി വെച്ചില്ലേ? ബേസണ്ടോ? ഇന്നലെ അപ്പൊ ഇവർ അങ്ങനത്തെ പോത്താണെങ്കിൽ അല്ലേ അഗ്രസീവാ, ഭയങ്കര അഗ്രസീവാ. ഇന്നലെ ബേസിന്റെ അടുത്ത് ഈ കൊമ്പുണ്ടല്ലോ അത് വെച്ച് കുത്തി അങ്ങ് ഇടിച്ച് മണ്ടയ്ക്കില്ല തൊപ്പി പോലെ ഇട്ടിലേക്ക് വരുന്നു. അപ്പൊ ഗൈസ് നമ്മള് കുനുകുനാന്ന് അരിഞ്ഞെടുത്തതാണേ. ആ കഴിഞ്ഞ മഴയ്ക്കാണെങ്കിൽ ഇവിടെ വാഴ മറിഞ്ഞു വീണു. അപ്പൊ ഇതുപോലെ നമുക്ക് കൂമ്പ് 2-3 കൂമ്പ് കിട്ടിയായിരുന്നു. ഇപ്പൊ ഇത് ഇച്ചിരി വലുതാണ്. അന്ന് ഇത്രേ ഉള്ളായിരുന്നു, പക്ഷെ ഇന്ന് വേണ്ട ഇത്രയും ഉണ്ട്. പൊന്ന് വരാൻ പറ. അരിഞ്ഞു തീർന്നിട്ടുണ്ട് അല്ലേ? കയ്യോറ വെച്ച് അറിയേണ്ട സാധനമാണ്. അമ്മമാർക്കൊക്കെ ആണെങ്കിൽ അറിയാം, കാരണം അവരൊക്കെ പണ്ട് തൊട്ട് അരിയാൻ ഭയങ്കര സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിക്ക് നമ്മളപ്പതേ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എടുക്കണ്ടേ? വീഡിയോക്കകത്ത് കാണിക്കണ്ടേ? അപ്പൊ ഗായ്സ് നമ്മളതേ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കിനി കോഴിക്ക് കൊടുക്കാൻ നമ്മുടെ മാളിച്ചേച്ചി ഇവിടെ ഇന്ന് കല്ലൂന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള പന്തൊക്കെ എടുത്ത് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കല്ലു. ഒരായി കൊടുത്തേക്കല്ലേ. നമ്മുടെ സച്ചു ആണെങ്കിൽ ഊഞ്ഞാലാടുന്നതിന്റെ തിരക്കിലാണ് നമ്മുടെ സച്ചു. നമ്മുടെ പൊന്നൂനും പനിയായിരുന്നു. വാ നമുക്കിനി കോഴിക്ക് കൊടുക്കാം. മാളിച്ചാച്ചിക്കാണെങ്കിൽ കഴിവതും നാണമാണ് വീഡിയോയിൽ വരാൻ. ഇവിടെ വൃത്തിയാക്കുമായിരുന്നു. എടാ വിതറി കൊടുക്ക്, വിളിച്ചിട്ട് വിതറി. എന്റെ ഭഗവതി, എന്താ മാരുന്നടാ ഇവിടെ നടന്നേ? അറ്റാക്ക് ചെയ്ത് നമുക്ക് ബിരിയാണി കിട്ടിയതുപോലാണ് കോഴികൾക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ഓ ചവിട്ടിക്കളഞ്ഞു ഗായ്സ്. നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോ. പേടിച്ചു പോയി. അപ്പൊ നമ്മുടെ കല്ലു, നമ്മുടെ വിച്ചു, നമ്മുടെ സച്ചു, നമ്മുടെ സഞ്ജു, നമ്മുടെ പൊന്നു വരതേ ഇവിടെ ഉണ്ട്. സോറി കല്ലു. ഇപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിൽ 4 കോഴി ഉള്ളെങ്കിലും നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് 20 എണ്ണത്തിനെ വിരിച്ച് നമ്മൾ വിറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് കിട്ടിയ കാശ് 5000 രൂപ നമുക്ക് അങ്ങനെ കിട്ടി. അതിനിതേ നമ്മൾ ഇവിടെ ആദ്യം കുറെ ഐസ്ക്രീം അങ്ങനെ പല പല കാര്യങ്ങളും മേടിച്ച് കഴിച്ചു. നമ്മുടെ മാളിച്ചച്ചിക്ക് നമ്മൾ 2000 രൂപ നേരത്തെ കൊടുത്തായിരുന്നു.
അപ്പൊ ഗൈസ് നമ്മുടെ കാവില് വലിയ കാവിലാണെങ്കിൽ കർക്കിടകമായിട്ട് പ്രഖ്യാപിച്ച് നമ്മുടെ ഇവിടെ വായന നടക്കുവാണ്. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവർക്കും ബൈ ബൈ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.